വെൽക്കം ടു ബിനൂസ് ഹിന്ദി ലേണിംഗ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുന്നത്, നമുക്ക് എല്ലാവർക്കും ആവശ്യം വരുന്നൊരു സിറ്റുവേഷൻ കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മളിപ്പോൾ ഒരുപാട് നാൾ കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ട്സിനെ ഒന്ന് കാണുമ്പോൾ നമ്മൾ സംസാരിക്കും അല്ലേ, അതെങ്ങനെയാണെന്നുള്ളതാണ്. ഓക്കെ, ശരി. ആദ്യം തന്നെ നമ്മൾ പറയണത്, നിന്നെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ദേക്കർ മേ പഹ്ചാൻ നഹീ പായ. മനസ്സിലായോ? നിന്നെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുന്നത്. ആപ്കോ ദേക്കർ മേ പഹ്ചാൻ നഹീ പായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നിന്നെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല, തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പഹ്ചാൻ നഹീ പായ, പഹ്ചാൻ എന്ന് പറയുന്നത് തിരിച്ചറിയാന്നാണ് കേട്ടോ. ഓക്കെ, പഹ്ചാൻ നഹീ പായ എന്ന് പറയുമ്പോൾ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. മനസ്സിലായോ? അതുപോലെ തന്നെ പഹ്ചാൻ നഹീ പായ, ഈ പായ എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിലും നമ്മൾ കേൾക്കാം. മേ കർ നഹീ പായ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. മനസ്സിലായോ? അപ്പോൾ പഹ്ചാൻ നഹീ പായ എന്നാൽ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല, അതാണ്. മേ സുൻ നഹീ പായ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. ഈ കർ നഹീ പായ, സുൻ നഹീ പായ, അങ്ങനെ നഹീ പായ എന്നുള്ള ഒരു അർത്ഥം വരുന്നത് എന്താണ്? കഴിഞ്ഞില്ല എന്നുള്ളതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് പഹ്ചാൻ നഹീ പായ, തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഓക്കെ, ശരി. പിന്നെന്താ നമ്മൾ പറയാ, നിന്നെ കോണ്ടാക്ട് ചെയ്യാൻ ഞാൻ പലതവണ ശ്രമിച്ചിരുന്നു അല്ലേ, അങ്ങനെ പറയില്ലേ? അപ്പോൾ അതെങ്ങനെയാ പറയാ? മേനെ ആപ്കോ കോണ്ടാക്ട് करने की कई बार कोशिश की थी എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേനെ ആപ്കോ കോണ്ടാക്ട് करने की कई बार എന്ന് പറഞ്ഞാൽ പലതവണ, കോശിഷ് കീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോശിഷ് എന്ന് പറഞ്ഞാൽ ശ്രമിക്കുക എന്നാണ് കേട്ടോ. കോശിഷ് കീതി എന്ന് പറഞ്ഞാൽ ശ്രമിച്ചിരുന്നു. ഓക്കെ, ശരി. ഇനി എന്താ, എല്ലാവർക്കും അറിയാം, താങ്കൾക്ക് സുഖമാണോ, നിനക്ക് സുഖമാണോ എങ്ങനെ ചോദിക്കുക? ആ കേസയോ? മനസ്സിലായോ? നമ്മൾ അതായിരിക്കും, അത് എല്ലാവരും ആദ്യമാണ് അത് ചോദിക്കുക. പക്ഷെ നമ്മൾ കുറേ നാൾ കഴിഞ്ഞ് ഒരാളെ കാണുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ഇതൊന്നും അല്ല അല്ലേ ചോദിക്കുക. നിന്നെ കണ്ടിട്ട് മനസ്സിലായില്ല എന്ന് തന്നെയായിരിക്കും അല്ലേ? ശരി, ആദ്യം ഇത് ചോദിക്കുന്നവർക്ക് ഇത് ചോദിക്കാം. ആ കേസയോ, താങ്കൾക്ക് സുഖമാണോ? അതുപോലെ തന്നെ നമ്മൾ ചോദിക്കും, വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ അല്ലേ? ഗർമേ സബ് ടീക്ക് ഹേ നാ, ഗർമേ സബ് ടീക്ക് ഹേ നാ. ഈ ടീക്ക് ഹേ നാ എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നു. അതൊരു എന്താ പറയാ, സംസാര ശൈലിയാണ് കേട്ടോ. ടീക്ക് ഹേ നാ. ഇനിയിപ്പോൾ ഗ്രാമറൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ പറയാം, നമ്മൾ ക്വസ്റ്റ്യൻ പഠിച്ചിട്ടുണ്ടല്ലേ, ക്യാ ഗർമേ സബ് ടീക്ക് ഹേ. മനസ്സിലായോ? പക്ഷെ നമ്മൾ സംസാര രീതിയിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. എപ്പോഴും നമ്മൾ എന്താ പറയുക, ഒരു ഫ്ലോയിൽ അങ്ങ് സംസാരിച്ചു പോകും. അപ്പോൾ പലതും കട്ടാവാറുണ്ട്. മനസ്സിലായോ? ശരി. ഇനി നമ്മൾ നോർമലി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നീ ഇപ്പോൾ എന്താ ചെയ്യണേ അല്ലേ? നമ്മൾ നോർമലി ഇപ്പോൾ നമ്മൾ ഒരാളോട് നീ എന്താ ചെയ്യണേ എന്ന് ചോദിക്കുന്നതല്ല. നമ്മൾ ചോദിക്കുന്നത് എന്താണ്? ജോലിയാണോ, എന്ത് ജോലിയാണ് ചെയ്യുന്നത്, ആ രീതിയിലാണ് കേട്ടോ. നീ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? ആപ് ആജ്കൽ ക്യാ കർ രഹേ ഹോ, ആപ് ആജ്കൽ ക്യാ കർ രഹേ ഹോ എന്ന് പറഞ്ഞാൽ ആജ്കൽ ഇന്ന് നാളെ അങ്ങനെയൊന്നും അല്ല കേട്ടോ അതിനർത്ഥം വരുന്നത്. അതൊരു സംസാര രീതിയാണ്. ആപ് ആജ്കൽ ക്യാ കർ രഹേ ഹോ. നോർമലി നമ്മൾ ആപ് ക്യാ കർ രഹേ എന്നാ ചോദിക്കുക അല്ലേ, നീ എന്താ ചെയ്യണേ, അതല്ല ഇത് അർത്ഥാക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അപ്പൊ എങ്ങനെ ചോദിക്കുന്നത്? ആപ് ആജ്കൽ ക്യാ കർ രഹേ ഹോ. മനസ്സിലായോ? ശരി. ഇനി എന്താ നമ്മൾ നോർമലി ചോദിക്കുന്നത്? വിവാഹം കഴിഞ്ഞതല്ലേ? ഓക്കെ, അതൊരു സെന്റൻസ് ആണ്. ആപ്കി ഷാദി ഹുയി, താങ്കളുടെ വിവാഹം കഴിഞ്ഞോ എന്നാണ് കേട്ടോ. ആപ്കി ഷാദി ഹുയി. ഇവിടെ നമ്മൾ ഹുവാന്ന് ചോദിക്കില്ല കേട്ടോ, കാരണം ഷാദി സ്ത്രീലിംഗാണ്. അതുകൊണ്ടാണ് അതിപ്പോൾ നമ്മളൊരു ആണിനോടായാലും പെണ്ണിനോടായാലും ചോദിക്കുമ്പോൾ ഷാദി ഹുയി എന്നാണ് വരിക കേട്ടോ. ഞാൻ ആ ഒരു എന്താ പറയുക, കായുടെയും കീയുടെയും ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, ശരി. ഇനി എന്താ, എത്ര മക്കളാണെന്ന് ചോദിക്കും അല്ലേ? നമ്മളിപ്പോൾ ഒരുപാട് വർഷമൊക്കെ ആണെങ്കിൽ മക്കളുടെ കാര്യം ചോദിക്കും. അപ്പം എങ്ങനെ ചോദിക്കുക? കിത്തനെ ബച്ചേ ഹേ ആപ്കി, കിത്തനെ ബച്ചേ ഹേ ആപ്കി, കിത്തനെ ബച്ചേ ഹേ ആപ്കി, കിത്തനെ ബച്ചേ ഹേ, അങ്ങനെ ചോദിച്ചാലും മതി കേട്ടോ. ഓക്കെ, അപ്പോൾ അവിടെ തന്നെ ആൻസർ തരും അല്ലേ? ശരി. ഇനി എന്താ, വളരെ ഷോർട്ട് ടൈമാണ്, ഒരാളെ പെട്ടെന്ന് കാണുമ്പോൾ ഒരുപാട് കാര്യങ്ങളൊന്നും സംസാരിക്കില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ബൈ പറഞ്ഞ് പിരിയണം അല്ലേ? എന്നാൽ ശരി, പിന്നെ കാണാം. കോണ്ടാക്ട് വെക്കണം കേട്ടോ എന്നുകൂടി നമ്മൾ പറയും അല്ലേ? അതെങ്ങനെ പറയാം? ടീക്ക് ഹേ ഫിർ, ടീക്ക് ഹേ ഫിർ ചലത്തെ, നമ്മൾ പോവല്ലേ. ടീക്ക് ഹേ ഫിർ ചലത്തെ, ഫിർ മിലേംഗെ അല്ലെങ്കിൽ ബാദ് മേ മിലേംഗെ. ഓക്കെ, ടീക്ക് ഹേ ഫിർ ചലത്തെ ബാദ് മേ മിലേംഗെ.
കോണ്ടാക്ട് മേ രഹന ഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോണ്ടാക്റ്റിൽ ഉണ്ടാവണം, അതാണ് നമ്മൾ കോണ്ടാക്ട് വെക്കണം, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. കോണ്ടാക്ട് മേ രഹന ഹേ. ഓക്കെ, പിന്നെന്താ പറയുന്നത്? കബി കബി ഫോൺ കർത്തേ രഹന. കബി കബി ഫോൺ കർത്തേ രഹന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വിളിക്കണം നമ്മൾ പറയില്ലേ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയുള്ള സെന്റൻസുകൾ, ഇതിൽ കൂടുതൽ ഏതെങ്കിലും സെന്റൻസുകൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ ചോദിച്ചോളൂ കേട്ടോ. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നമ്മൾ ഈ 60 days ചലഞ്ച് ഫോളോ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ എന്താ പറയുന്നത്, ഇതിന്റെ അർത്ഥം നമ്മൾ പഠിക്കുക, ഈ സെന്റൻസുകളെല്ലാം പഠിച്ചിരിക്കുക എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ സെന്റൻസുകൾ ഇങ്ങനെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ നോക്കി വായിക്കുന്ന രീതിയിലല്ല, മനസ്സിലായോ? നോക്കി വായിക്കുന്ന പോലെ അല്ലാതെ കുറച്ചുകൂടി സ്പീഡിൽ ഓരോ സെന്റൻസിനെ വായിച്ച് മനസ്സിലാക്കിയിട്ട് സ്പീഡിൽ പറയാനായിട്ട് ശ്രമിക്കുക. നമ്മൾ സ്പീഡിൽ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്താൽ തന്നെ നമുക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അതല്ലെങ്കിൽ നമുക്ക് ഹിന്ദി സംസാരിക്കാൻ അറിയാം എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ, നമുക്ക് സംസാരിക്കാൻ കഴിയില്ല. സ്പീഡിൽ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ആരും വേണ്ട, നമുക്ക് നമ്മുടെ റൂമിലിരുന്ന് നമ്മൾ തന്നെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാം, കുറച്ച് എഫർട്ട് ഇടുക. ഓക്കെ, ശരി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇതാണ്. അടുത്ത ക്ലാസ്സിൽ വേറെ ഒന്നുമല്ല, നമ്മളൊന്ന് നേരിട്ട് സംസാരിക്കും. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം എല്ലാവരും എന്താ പറയുക, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഒന്ന് റിവിഷൻ ചെയ്തിരുന്നോളൂ. നമ്മൾ നേരിട്ട് സംസാരിക്കും, ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും, നിങ്ങൾ ആൻസർ പറയും. ഓക്കെ, ശരി. അപ്പോൾ എന്നും പറയുന്ന പോലെ സബ്സ്ക്രൈബ്, ഷെയർ, ഇഷ്ടപ്പെട്ട ലൈക്ക്. നെക്സ്റ്റ് ക്ലാസ് കാണാം കേട്ടോ. ബൈ.